ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചുരക്കയും ചെമ്മീനും കൊണ്ടുള്ള ഒരു കറിയാണ്. ഉണക്ക ചെമ്മീനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചുരക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കറി വെക്കുമ്പോൾ എനിക്ക് കൂട്ടിനായിട്ട് ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും. അപ്പോൾ ഞാനതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെയാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ഇത് അടച്ച് വെച്ചൊന്ന് മീഡിയം തീയിൽ ഒരല്പം നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ വീണ്ടും അടപ്പ് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പം മീനൊന്നും കിട്ടാത്തൊരു സമയമല്ലേ, അധികം മീനൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ഇതേപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ തക്കാളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇനി അതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ നമ്മുടെ കറക്റ്റ് പരുവത്തിനായതിനു ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈ ഒരു കറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം.